പ്രൊഫ്കോൺ ധർമ്മചിന്തയും മൂല്യബോധവുമുള്ള വിദ്യാർത്ഥി തലമുറയുടെ സൃഷ്ടിപ്പ് ലക്ഷ്യമാക്കി MSM സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രൊഫ്കോൺ കഴിഞ്ഞ 12 വർഷമായി ദക്ഷിണേന്ത്യയിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന സമ്മേളനം മാർച്ച് 13, 14, 15 തീയതികളിലായി കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ പ്രൊഫ്കോൺ. ഈ സമ്മേളനത്തിൻ്റെ പാനൽ ഡിസ്കഷനാണ് ഇനി നടക്കാനിരിക്കുന്നത്. ആദ്യമായി ചോദ്യോത്തര സെഷൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുവരെ നമ്മൾ ഇവിടെ അവതരിപ്പിച്ച വിഷയങ്ങളെ അനുബന്ധിച്ചുള്ള നേരിട്ടുള്ള ചോദ്യോത്തര സെഷനാണ് ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് സദസ്സിൽ ആൺകുട്ടികളുടെ ഭാഗത്തും പെൺകുട്ടികളുടെ ഭാഗത്തും പ്രത്യേകം കോർഡ്ലെസ് മൈക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ സീറ്റിൽ തന്നെ എണീറ്റ് നിന്ന് ആ മൈക്കുകൾ വഴി ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ആദ്യത്തെ അവസരം ആൺകുട്ടികളുടെ ഭാഗത്താണ്. ആൺകുട്ടികളുടെ ഭാഗത്ത് ചോദ്യം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സീറ്റിൽ എണീറ്റ് നിൽക്കാവുന്നതാണ്. ചോദ്യം ചോദിക്കുന്ന ആളുകൾ പേരും എവിടെ പഠിക്കുന്നു എന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ ശേഷം ചോദ്യം ചോദിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രസക്തമായ ചോദ്യങ്ങളാവണം. ഇവിടെ ഈ കഴിഞ്ഞ സെഷനുകളിൽ ചർച്ച ചെയ്യപ്പെട്ടതും പ്രസക്തങ്ങളുമായ ചോദ്യങ്ങളായിരിക്കണം. അതല്ലാത്തവ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുവാൻ ഒരു പക്ഷേ നിർബന്ധിതരായേക്കും. അതുകൊണ്ടാണ് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആഷിഖ്, നിലമ്പൂരാണ് വീട്. എൻ്റെ ചോദ്യം, ഇബാദത്ത് എന്നാൽ കേവലമായ ആരാധനയിലും പ്രാർത്ഥനയിലും മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ മുജാഹിദ് പ്രസ്ഥാനമെന്നും, എന്നാൽ ജീവിതത്തിൻ്റെ സകല മേഖലയിലും അള്ളാഹുവിനുള്ള സമ്പൂർണ്ണമായ അടിമത്വവും അള്ളാഹുവിനുള്ള സമ്പൂർണ്ണമായ അനുസരണവുമാണ് ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതെന്നും ഇത് മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ല എന്നും, ഈ വാദം അംഗീകരിക്കാതെ കൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തൗഹീദിൻ്റെ വീക്ഷണത്തിൽ അപൂർണമാണ് എന്ന ചില വാദം ചില ആളുകളിൽ നിന്ന് കേൾക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്, ഈ വാദത്തെ സംബന്ധിച്ചുള്ള എന്ത് മറുപടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് നൽകാനുള്ളത്? അതല്ലെങ്കിൽ ഹാക്കിമത്തുമായി ബന്ധപ്പെട്ട സലഫുകളുടെ സമീപനം എന്ത്? അസ്സലാമു അലൈക്കും. ചോദ്യം ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇബാദത്ത് ആചാരാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ലോ, അള്ളാഹുവിനോടുള്ള സമസ്ത മേഖലയും അള്ളാഹുവിനോടുള്ള അനുസരണവും അവനോടുള്ള അടിമത്വവും ഇബാദത്തിന്റെ ഭാഗമല്ലേ? അത് മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇബാദത്ത് ആരാധനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ, അതല്ല അടിമത്തവും അനുസരണവും കൂടി ഉൾക്കൊള്ളുന്നതാണോ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ആരാധനാ കർമ്മങ്ങളും മുഴുവൻ അനുസരണവും അടിമത്തവും കൂടി അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം എന്നുകൂടി ഉദ്ദേശിക്കുന്നില്ലേ എന്നതാണ് മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഇബാദത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടത് ഏതോ അതിനുള്ള പേരാണ്. അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുമ്പോൾ അത് ശിർക്കായി മാറുകയും ചെയ്യും. അള്ളാഹുവിന് മാത്രം അർപ്പിക്കുമ്പോൾ അത് തൗഹീദാവും. അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാൽ അത് ശിർക്കാവും. അങ്ങനത്തെ കാര്യം ഏതാണോ അതാണ് ഇബാദത്ത്. അതുകൊണ്ട് തന്നെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കണം എന്ന കൽപ്പന വിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് അർപ്പിക്കരുത് എന്ന വിലക്കും വിശുദ്ധ ഖുർആനിൽ ഏറെ നമുക്ക് കാണാൻ കഴിയും. അതേ ഖുർആൻ തന്നെ ആ ഇബാദത്തിൻ്റെ താൽപ്പര്യത്തിൽ അനുസരണം ഉൾക്കൊള്ളുന്നുവെങ്കിൽ
അള്ളാഹുവിനെ മാത്രം അനുസരിക്കണം, അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കരുത് എന്ന് പറയുമായിരുന്നു. എന്നാൽ ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ല. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുവിൻ, അവൻ്റെ ദൂതനെയും അനുസരിക്കുവിൻ, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കുവിൻ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അനുസരണം എന്നത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഒന്നല്ല, അള്ളാഹു അല്ലാത്തവർക്ക് കൂടി അർപ്പിക്കേണ്ടതാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ഇബാദത്ത് അള്ളാഹു പറഞ്ഞത് വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹു വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ്. അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ലെന്ന് അള്ളാഹു വിധിച്ചതാണ് ഇബാദത്ത്. അനുസരണമോ? അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലെ കൈകാര്യകർത്താക്കളെയും അനുസരിക്കണം. ഇതുപോലെ ആ അനുസരിക്കപ്പെടേണ്ടവരുടെ പട്ടിക വേറെയും ഖുർആനിലും പ്രവാചക വചനങ്ങളിലും കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് അനുസരണം എന്നത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഒന്നല്ല എന്നാണ്. രണ്ടാമത്തെ ചോദ്യത്തിലുള്ള മറ്റൊരു കാര്യം, അടിമത്തം എന്നത് ഇതുപോലെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതല്ലേ എന്നതാണ്. അല്ല. എന്തുകൊണ്ട്? അടിമത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ മറ്റൊരാളുടെ അടിമയായിരിക്കുക എന്ന അവസ്ഥയാണ്. അടിമ സമ്പ്രദായം ഇന്ന് നിലവിലില്ലെങ്കിലും പുരാതന കാലത്ത് നിലവിലുണ്ടായിരുന്നു. മനുഷ്യൻ മനുഷ്യനെ അടിമയായി സ്വീകരിച്ചിരുന്നു. ഇങ്ങനെ ദാസ്യവേല, ഭൃത്യവേല, അടിമവേല എന്ന് പറയുന്ന ഈ പ്രവൃത്തി അത് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണ് എന്ന താല്പര്യം കൂടി ഇബാദത്തിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നില്ലേ എന്നതാണ്. അറബി ഭാഷ പരിചയമുള്ള ഒരാൾക്കും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒന്ന്, ഇബാദത്ത് എന്നത് അതിൻ്റെ പദവിശകലനത്തിൽ ഇവിടെ അതിനൊരു പ്രസക്തി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് അതിൻ്റെ പദവിശകലനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അടിമ വേല ചെയ്തു എന്നതിന് അബദ യഅബുദു ഇബാദത്തൻ, ഇബാദത്ത് എന്ന മസ്ദർ വരുന്ന അബദ എന്ന ക്രിയക്ക് അർത്ഥം വരില്ല. മറിച്ച് അബുദ എന്ന ക്രിയ, അതിനാണ് അടിമയായി എന്നർത്ഥം വരുന്നത്. അതിൻ്റെ മസ്ദറിൽ ഇബാദത്ത് എന്ന് വരുന്നില്ല താനും. അപ്പൊ ഇബാദത്തിന് അടിമയായിരിക്കുക എന്നൊരു അർത്ഥം ഭാഷാപരമായി വരാവുന്നതല്ല. ഈ കാര്യം വളരെ സ്പഷ്ടമായി അറബി ഭാഷാ നിഘണ്ടുക്കളിൽ ആധികാരികമായ ഇബ്നു മൻളൂറിന്റെ ലിസാനുൽ അറബി എന്ന നിഘണ്ടുവിൽ വ്യക്തമാക്കിയത് ഇപ്രകാരമാണ്: വഅമ്മാ അബ്ദുൻ ഖദമ മൗലാഹു ഫലാ യുഖാലു അബദഹു. ഒരടിമ തൻ്റെ യജമാനന് അടിമവേല ചെയ്താൽ അതിന് അബദ എന്ന അറബി ശബ്ദം ഉപയോഗിക്കുകയില്ല എന്ന് ആധികാരികമായ അറബി നിഘണ്ടുക്കളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഇബാദത്ത് എന്നതിൻ്റെ പൊരുളിൽ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞ ഇബാദത്തിൽ അടിമവേല എന്നതും അനുസരണമെന്നതും ഉൾപ്പെടാൻ പറ്റില്ല. മറിച്ച് അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ടതും അവന് മാത്രം അർപ്പിക്കുമ്പോൾ തൗഹീദായി പരിഗണിക്കുന്നതും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ലാത്തതും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുമ്പോൾ ശിർക്കായി പൊറുക്കപ്പെടാത്ത മഹാപാപമായി കണക്കാക്കപ്പെടുന്നതുമായ ഒന്നിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അനുസരണം ആ കൂട്ടത്തിൽപ്പെട്ടതല്ല. അള്ളാഹു അല്ലാത്തവരെയും അനുസരിക്കാൻ കൽപ്പിച്ചു. പ്രവാചകൻ തന്നെ അടിമയെ സ്വീകരിച്ചു. അടിമ യജമാനന് ദാസ്യവേല ചെയ്യുന്നത് ഹറാമായി ശിർക്കായി ഇസ്ലാം കണക്കാക്കിയിട്ടില്ല. തൻ്റെ സ്രഷ്ടാവിന് ഇബാദത്ത് ചെയ്യുകയും
യജമാനന് ദാസ്യവേല അടിമവേല ചെയ്യുകയും ചെയ്യുന്ന അടിമക്ക് 2 പ്രതിഫലമുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ശിർക്കാകുമായിരുന്നു, അത് പാടില്ലായിരുന്നുവെങ്കിൽ. ഈ ചോദ്യത്തിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത കാലത്തായി മുസ്ലിം ലോകത്ത് വന്നിട്ടുള്ള പുതിയൊരു ചിന്താഗതിയാണ്. സയ്യിദ് അബുൽ അല മൗദൂദി തൻ്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഇബാദത്ത് ഞങ്ങൾ നിനക്കു മാത്രം അർപ്പിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അർത്ഥം വരുന്ന ആയത്തിലെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്ത് വ്യാഖ്യാനിച്ചപ്പോൾ ഈ ഇബാദത്തിന്റെ വിശാലമായ അർത്ഥ താൽപര്യത്തിൽ അനുസരണം, അടിമവേല, ആരാധന ഇത് 3 ഉൾക്കൊള്ളും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കൺഫ്യൂഷൻ വരാനുണ്ടായ കാരണം. ഭാഷയിൽ ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥങ്ങളുണ്ടാവാം. എല്ലാ അർത്ഥങ്ങളും ഒരിടത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് സന്ദർഭത്തിനനുസരിച്ച് ഉപയോഗിക്കാവൂ. ഇത് സാമാന്യമായ ഭാഷാ പരിജ്ഞാനമുള്ളവർ അംഗീകരിക്കുന്ന കാര്യം കൂടിയാണ്. കരി എന്ന മലയാള വാക്കിന് ഒരു വസ്തു കരിച്ചുണ്ടാക്കുന്ന കരിക്ക് കരി എന്ന് പറയും. കന്നുപൂട്ടുന്ന കലപ്പക്ക് കരി എന്ന് പറയും. ആന എന്നും കരി എന്ന വാക്കിന് അർത്ഥമുണ്ട്. കാലത്ത് പാടത്തേക്ക് കന്നുപൂട്ടാൻ പോകുന്ന കർഷകൻ മകനെ വിളിച്ചുകൊണ്ട് ആ കരിയെടുക്കൂ മോനെ എന്ന് പറഞ്ഞാൽ പല്ല് തേക്കാൻ ഉപയോഗിച്ചിരുന്ന ഉമിക്കരി എടുത്ത് കയ്യിൽ കൊടുക്കുകയില്ല. അല്ലെങ്കിൽ ആനയെ അവിടെ നിന്ന് വിട്ട് കൂടെ ആനയെ കൂടെ തെളിച്ച് പറഞ്ഞയക്കുകയുമില്ല. അവിടെ യോജിച്ച അർത്ഥം കന്നുപൂട്ടാൻ ഉപയോഗിക്കുന്ന കലപ്പ എന്നാണ്. നീ കരിക്ക് തീറ്റ കൊടുത്തുവോ, പനയുടെ ഓല കൊടുത്തുവോ എന്ന് ചോദിച്ചാൽ ഈ കന്നുപൂട്ടുന്ന കലപ്പക്ക് ആ ഓല തീറ്റ കൊടുത്തുവോ എന്നല്ല, ആനയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അപ്പോൾ ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥമുണ്ടെങ്കിൽ സന്ദർഭത്തിന് യോജിച്ച അർത്ഥമേ ഉപയോഗിക്കാവൂ. എല്ലാ അർത്ഥങ്ങളും ഒരിടത്ത് തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്നതും ശരിയല്ല എന്നാണ് ഈ സംശയത്തെ സംബന്ധിച്ച് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ഒരു ചോദ്യത്തിന് കൂടിയുള്ള അവസരം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷമീജ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് വരിക. ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ആഗോള സാമ്പത്തിക മാന്ദ്യം. എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് മാർഗദർശനം നൽകുന്നുണ്ടോ എന്ന് അവകാശപ്പെടുന്നുണ്ട്. ഈ കാര്യത്തിന് വല്ല മാർഗദർശനമുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ അലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇവിടുത്തെ ചോദ്യം ആഗോള സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ച്. എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമികമായ മാർഗദർശനമുണ്ടെങ്കിൽ ഇസ്ലാമിന് എന്ത് കാഴ്ചപ്പാടുണ്ട് എന്ന് തീർച്ചയായും വളരെ ദീർഘമായി പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. വിശേഷിച്ചും ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സാമ്പത്തിക രംഗത്തുള്ളവർ പറയുന്നത് 1929 തുടങ്ങി 39 മാത്രം പരിഹരിക്കാൻ കഴിഞ്ഞ ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് സാമ്പത്തിക ശാസ്ത്ര ലോകത്ത്, എക്കണോമിക്സിൻ്റെ ലോകത്ത് അറിയപ്പെടുന്ന മഹാമാന്ദ്യം, ആ മഹാമാന്ദ്യത്തിൻ്റെ സംഭവങ്ങളുമായി, ആ മഹാമാന്ദ്യവുമായി ഏറെ സാമ്യമുള്ളതാണ് എന്ന് പറയപ്പെടുന്ന ഇന്നത്തെ ഈ ഡിപ്രഷൻ, ഇന്നത്തെ ഈ ക്രൈസിസ്, ആ ക്രൈസിസിനെ കുറിച്ച് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ
ഇസ്ലാമികമായ കാഴ്ചപ്പാടിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വളരെ വിശദമായി ഒരു ചോദ്യോത്തര വേദിയിൽ നമുക്ക് ഈ കാര്യം ചർച്ച ചെയ്യുക പ്രയാസകരമാണ്. ഈ വിഷയത്തിൽ വളരെ വിശദമായൊരു പഠനം KNM-ന്റെ കീഴിൽ കോഴിക്കോട് വെച്ച് നടന്ന ഒരു സെമിനാറിൽ വിശദമായ പഠനം നടന്നിരുന്നു. നിങ്ങൾക്ക് ആ സെമിനാറിൻ്റെ CD-യും അതേപോലെ തന്നെ സ്നേഹസംവാദത്തിൽ ആ വിഷയത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾക്ക് അതുമെല്ലാം വായിച്ചാൽ ഇക്കാര്യം കൂടുതൽ അറിയാൻ കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്താണ് സത്യത്തിൽ ഈ മാന്യം? എങ്ങനെയാണിതുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്താണ് ഈ രംഗത്തുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയാൻ കഴിയുള്ളൂ. മാന്യം എന്നത് കേവലം പെട്ടെന്നുണ്ടായൊരു പ്രതിഭാസമല്ല. ആധുനിക എക്കണോമിക്സിന്, മോഡേൺ എക്കണോമിക്സിന്, ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിനറിയാം, ഈ 2 നൂറ്റാണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ലോകത്തെ മുഴുവനും പിടിച്ചു കുലുക്കിയ ഒന്നിലധികം പ്രതിസന്ധികൾ എക്കണോമിക്സിൻ്റെ ലോകത്തുണ്ടായി. ആ പ്രതിസന്ധികളെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുക ഇതെല്ലാം ബ്ലാക്ക് സ്വാൻ ഇവൻസ് ആണ് എന്നാണ്. ബ്ലാക്ക് സ്വാൻ ഇവൻസ് എന്ന് പറഞ്ഞാൽ കറുത്ത ഹംസ സംഭവം എന്ന് വേണമെങ്കിൽ പറയാം, കറുത്ത അരയെന്ന സംഭവം. എന്താന്ന് മനസ്സിലാവാത്ത, എന്തുകൊണ്ടത് സംഭവിക്കുന്നു അറിയാത്ത സംഗതികൾ എന്നാണ്. ശാസ്ത്രമാകുമ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഫഷണലിസമാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സസാണ്. ശാസ്ത്രമാകുമ്പോൾ, സയൻസ് ആകുമ്പോൾ അത് അതിൻ്റെതായ രീതികളിൽ അപഗ്രഥിച്ചു കഴിഞ്ഞാൽ കാരണമെന്ത് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ആ കാര്യം ശാസ്ത്രത്തിനകത്തേക്ക് വരൂ. എന്നാൽ ഇന്നത്തെ എക്കണോമിക്സിൽ, ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്രത്തിൽ അവർ അനലൈസ് ചെയ്തിട്ട്, അവരുള്ളിൽ നിന്ന് നോക്കിയിട്ട് എങ്ങനെ പരിശോധിച്ചിട്ടും ലോകത്ത് നടന്ന സാമ്പത്തിക പ്രതിസന്ധികളുടെ അടിസ്ഥാനപരമായ കാരണമെന്ത് എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തുകൊണ്ടിതുണ്ടാകുന്നു? വളരെ വിശദമായി പഠിക്കേണ്ട വിഷയമാണിത്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ നിന്ന് പുറത്തുപോയി ചിന്തിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ് സത്യം. 1800-കൾക്ക് തൊട്ടു മുമ്പാണ്, 1776-ലാണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഗ്രന്ഥമെന്നറിയപ്പെടുന്ന ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം, ആഡം സ്മിത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. സത്യത്തിൽ ആഡം സ്മിത്തിൻ്റെ പുസ്തകമാണെങ്കിലും ആധുനിക സാമ്പത്തിക ശാസ്ത്രമാണെങ്കിലുമെല്ലാം രൂപപ്പെടുന്നത് ആധുനിക നാണയ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടും ആധുനിക ബാങ്കിങ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുമാണ്. ബാങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. ഈ ബാങ്കിങ്ങും നാണയ വ്യവസ്ഥിതിയുമെല്ലാം ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ അറിയാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് നമ്മൾ അറിയേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എന്താന്ന് വെച്ചാൽ മുൻപ് മുതൽക്ക് തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു. സാമ്പത്തികമായ ഇടപാടുകളില്ലാതെ ഒരു സമൂഹത്തിന് നിലനിൽക്കാൻ സാധ്യമല്ല. കാരണം ഓരോരുത്തർക്കും ലഭിക്കുന്ന സാധനങ്ങളെ കൊണ്ട് മാത്രമായി ആർക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. മുൻപേ അതുണ്ടാകും. ആദ്യ മനുഷ്യൻ മുതൽക്ക് തന്നെ ഒരാൾ കൃഷി ചെയ്യുന്നത് ധാന്യമായിരിക്കും, വേറൊരാൾ കൃഷി ചെയ്യുന്നത് ചിലപ്പോൾ ഫലങ്ങളായിരിക്കും, മറ്റൊരാൾ ചെയ്യുന്നത് നായാട്ടായിരിക്കും. ഈ കിട്ടുന്ന സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ പങ്കുവെക്കുന്ന വ്യവസ്ഥിതി ബാർട്ടർ വ്യവസ്ഥ എന്നറിയപ്പെടും. അതിനുശേഷം നാണയ വ്യവസ്ഥയുണ്ടായി. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ചെമ്പിൻ്റെയും ലോഹക്കൂട്ടുകളുടെയും എല്ലാം അടിസ്ഥാനത്തിലുള്ള നാണയ വ്യവസ്ഥ. ഈ നാണയങ്ങളിൽ സീല് പതിക്കുന്ന സമ്പ്രദായമുണ്ടായി. ആ സീലിൽ നിന്ന് നാണയത്തിൽ നിന്ന് നാണയത്തിന് എന്ത് വിലയുണ്ടോ ആ വിലക്കനുസരിച്ചായിരുന്നു കൈമാറ്റം. ഈ നാണയങ്ങൾ സ്വർണത്തിൻ്റെ വെള്ളിയുടെയെല്ലാം നാണയങ്ങൾ പാത്തുവെക്കാൻ വേണ്ടി, സൂക്ഷിക്കാൻ വേണ്ടി ചില അന്നത്തെ തട്ടാന്മാരെ, അന്നത്തെ ഗോൾഡ് സ്മിത്തുകളെ ഏൽപ്പിക്കുന്ന സമ്പ്രദായമുണ്ടായി. അന്ന് ആ ഗോൾഡ് സ്മിത്തുകൾ തങ്ങളുടെ കയ്യിൽ ഇത്ര നാണയം പാത്തുവെക്കാൻ, ഇത്ര നാണയം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഇവർക്കെല്ലാം നോട്ട്സ് കൊടുത്തു. ഈ നാണയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നോട്ടുകൾ. ആ നോട്ടുകളാണ് അടിസ്ഥാനപരമായി കടലാസിന്റെ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക ക്രമത്തിന് തന്നെ കാരണമായത്. ആ നോട്ടുകൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 നാണയം, 3 സ്വർണ്ണ നാണയം
തട്ടാൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള നോട്ട് എൻ്റെ അടുത്തുണ്ട്, 2 സ്വർണ്ണ നാണയം വെച്ചിട്ടുള്ള നോട്ട് മറ്റൊരാളുടെ അടുത്തുണ്ട്. ഞങ്ങൾ തമ്മിലൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഈ നോട്ടുകൾ തമ്മിൽ ട്രാൻസാക്ഷൻസ് നടന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും അറിയാം ഈ നോട്ടിൻ്റെ പിന്നിൽ ഒരു സ്വർണ്ണമുണ്ട്. അങ്ങനെ ആ ട്രാൻസാക്ഷൻസ് ആണ് പിന്നീട് ബാങ്കുകളായിത്തീരുകയും ആ ബാങ്കുകൾ പലിശ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എല്ലാം വഞ്ചനാത്മകമാക്കി തീർക്കുകയും ചെയ്തത്. എങ്ങനെ പലിശ ഉപയോഗിക്കുമ്പോൾ വഞ്ചനാത്മകമാകും വളരെ വിശദീകരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത് പലിശ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട്, ലോകത്ത് ബഹുഭൂരിപക്ഷം ക്രൈസ്തവരാണ്. ഈ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾ അവരുടെ മതപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പലിശ നിഷിദ്ധമാണ് എന്നാണ് ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കം മുതൽ വിശ്വസിച്ചിരുന്നത്. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിലെ 22-ാം അധ്യായത്തിലെ 25-ാമത്തെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പലിശ വാങ്ങാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി ക്രൈസ്തവ ലോകത്ത് നടന്ന AD 325 ഒന്നാമത്തെ സുനഹദോസ് ക്രൈസ്തവ പണ്ഡിതന്മാരുടെ പാതിരിമാരുടെ കൗൺസിൽ തീരുമാനിച്ചത് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം 1176 നടന്ന ക്ലെമൻ സുനഹദോസ് എന്ന് പറയുന്ന സുനഹദോസ് 1176 നമ്മൾ മനസ്സിലാക്കണം. ക്ലെമൻ സുനഹദോസ് എന്ന സുനഹദോസ് തീരുമാനിച്ചത് പലിശ വാങ്ങുന്നവർക്ക് കൂദാശകൾ നൽകരുത് എന്നും പലിശ വാങ്ങുന്നവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കരുത് എന്നുമാണ്. എത്രത്തോളം ഗൗരവമായിരുന്നു വിഷയം നമ്മൾ അറിയുക. 1290 റോമാ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, റോമിലുണ്ടായിരുന്ന ജൂതന്മാരെ മുഴുവനും റോമിൽ നിന്ന് നാട് കടത്തി. അതിന് കാരണമായി പറഞ്ഞിരുന്നത് അവർ പലിശക്കാരാണ് എന്നതായിരുന്നു. ഈ ഒരവസ്ഥയിൽ നിന്ന് 1500 എത്തിയപ്പോൾ ഇംഗ്ലണ്ടിൽ മാറ്റം വരാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ കാരണം അതായിരുന്നു. 1545 ഹെൻറി 8 എന്ന ചക്രവർത്തി ഇംഗ്ലണ്ട് ഭരിക്കുന്ന സമയത്ത് പലിശയെ 2ആക്കി തിരിക്കുകയും അന്ന് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് കടന്നു വരുന്ന സമയമാണ്. പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായ ജോൺ കെൽവിൻ എന്ന് പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞൻ പലിശ നിഷിദ്ധമാണ് എന്ന വാദത്തെ നിശിതമായി വിമർശിക്കുകയും അമിത പലിശയാണ് നിഷിദ്ധം എന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അഥവാ അയാള് പലിശയെ 2ആക്കി തിരിച്ചു, ഒന്ന് യൂഷ്വറി, ഒന്ന് ഇൻട്രസ്റ്റ്. യൂഷ്വറി മാത്രമേ തെറ്റായിട്ടുള്ളൂ, ഇൻട്രസ്റ്റ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 1694 നമ്മൾ മനസ്സിലാക്കണം, 1694 ഇംഗ്ലണ്ടിന്റെ ഔദ്യോഗികമായ ബാങ്ക് രംഗത്ത് വന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഔദ്യോഗികമായുള്ള ബാങ്ക്. ആ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടായ സമയത്ത് ലോകത്തിന്റെ 1/3 ഭാഗവും ഇംഗ്ലീഷുകാരുടെ കൈകളിലാണ്, ബ്രിട്ടന്റെ കൈകളിലാണ്. ആ ലോകത്തിന്റെ 1/3 ഭാഗവും ബ്രിട്ടന്റെ കൈകളിലായത് കൊണ്ട് തന്നെ അവരുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി അവരുടെ കോളനികളിൽ മുഴുവനും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ശാഖകളും അതിന്റെ മാതൃകയിലുള്ള ബാങ്കുകളും സ്ഥാപിച്ചു. പലിശയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി വ്യാപകമാക്കി നടത്തും. അതിനു മുൻപ് ലോകത്ത് വളരെ സമർത്ഥമായ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടന്നിരുന്നു. പക്ഷേ പലിശയിൽ അധിഷ്ഠിതമല്ലാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ഒരു ക്രൈസിസ് ഉണ്ടായിട്ടില്ല, ഒരിക്കലും പ്രശ്നം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ പലിശയിൽ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതി, ആ വ്യവസ്ഥിതിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന പരിണാമമാണ് ഇന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ നാണയത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ട്, ഈ നോട്ട് മുൻപല്ല ഞാൻ പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നോട്ട് അച്ചടിച്ചിരുന്നത് എല്ലാ ലോകത്തെല്ലായിടത്തും. അതിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. എത്ര നോട്ട് നമ്മൾ അച്ചടിക്കുന്നുണ്ടോ, റിസർവ് ബാങ്ക് നോട്ട് അച്ചടിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് രാജ്യത്തിന്റെ ഖജനാവിൽ സ്വർണം ഉണ്ടായിരിക്കും. ഈ നോട്ടിന് പകരമായി സ്വർണം തരാൻ അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള വസ്തു നൽകുവാൻ നിർബന്ധിതമാണ് രാഷ്ട്ര സംവിധാനം എന്ന അർത്ഥത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ടാക്കും. ഇത് 1944 ലോകത്ത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലായിരുന്നു. ചില സ്ഥലത്ത് ഗോൾഡിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, ചില സ്ഥലത്ത് വെള്ളിയുടെ അടിസ്ഥാനത്തിലായിരുന്നു, ചില സ്ഥലങ്ങളിൽ മറ്റു ചിലതിന്റെ സ്റ്റെർലിങ്ങിനെ പോലെയുള്ള മറ്റു ചില ലോഹക്കൂട്ടുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. എന്നാൽ 1944 സാമ്പത്തിക ശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ, ബ്രട്ടൺ വുഡ് കോൺഫറൻസ് എന്ന് പറയുന്ന സമ്മേളനത്തിൽ വെച്ച് തീരുമാനിക്കപ്പെട്ടു സ്വർണ്ണാടിസ്ഥാനത്തിലാക്കാം. സ്വർണ്ണാടിസ്ഥാനത്തിലാക്കാം മാത്രമല്ല, അന്ന് സ്വർണ്ണാടിസ്ഥാനത്തിൽ ഡോളറുകൾ അടിക്കുകയും ലോകത്തെ മറ്റുള്ള സമ്പത്ത് മുഴുവനും ഡോളറിന്റെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുകയും ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലാണ് എത്തിയത്.
എന്നാൽ 1971 സാമ്പത്തിക ശാസ്ത്ര ചരിത്രത്തിൽ നിക്സൺ ഷോക്ക് എന്നറിയപ്പെടുന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായി. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ നിക്സന്റെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകല്ല, ഡോളർ ഈസ് പ്രീഷ്യസ് ദാൻ ഗോൾഡ്, അതുകൊണ്ട് തന്നെ ഗോൾഡിന് സ്വർണ്ണക്കാളും വിലയുള്ളതാണ് ഡോളർ, ഞങ്ങൾ ഒരു അടിത്തറയുമില്ലാതെ സ്വർണ്ണാടിത്തറയൊന്നും ഞങ്ങൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്വർണ്ണാടിത്തറ എടുത്തു കളയാണ്. അതോടുകൂടി അപ്പോഴേക്ക് ഡോളറിന്റെ അടിസ്ഥാനത്തിലായി മാറിയിരുന്നു ലോകത്തെല്ലായിടത്തുമുള്ള നാണയ വ്യവസ്ഥ. എന്നാൽ ഡോളറിന്റെ സ്വർണ്ണാടിസ്ഥാനം എടുത്തു കളയുകയും ചെയ്തു. എന്താ സംഭവിച്ചത്? ഡോളറിന്റെ ആധിപത്യമുണ്ടായി. ഡോളർ അടിക്കുവാനുള്ള അർഹത അമേരിക്കയുടെ ഫെഡറൽ റിപ്പബ്ലിക്കിന് മാത്രമായി തീർന്നു, ഫെഡറൽ റിസർവ് സിസ്റ്റത്തിന് മാത്രമായി തീർന്നു, അവരുടെ റിസർവ് ബാങ്കിന് മാത്രമായി തീർന്നു. അപ്പോ ലോകത്തെല്ലായിടത്തുമുള്ള നാണയ വ്യവസ്ഥ ഡോളറിന്റെ അടിസ്ഥാനത്തിലും ഡോളർ അടിക്കുവാനുള്ള അധികാരം സാമ്രാജ്യത്വത്തിനുമായപ്പോ അവർക്കിഷ്ടമുള്ളതുപോലെ പല സമയങ്ങളും ഡോളർ അടിക്കുകയും അത് വ്യാപകമായി ലോകവ്യാപകമായി തന്നെ അവരുടെ ചൂഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് ലോകത്ത് മൂന്നാം ലോക രാജ്യങ്ങൾക്ക് നൽകുന്നു എന്ന് പറയുന്ന അസിസ്റ്റൻസുകളിൽ പലതും ഈ ഒരു ചൂഷണത്തിന്റെ മുഖമുള്ളതാണ് എന്നുള്ളതാണ് വസ്തുത. വിശദമായ അപഗ്രഥനത്തിന് നമുക്ക് സമയമില്ല. ഇതോടൊപ്പം തന്നെ ഏതൊരു വ്യവസ്ഥിതിയും ആ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് നിലനിൽക്കാൻ കഴിയണമെങ്കിൽ ആ വ്യവസ്ഥിതി ചൂഷണാധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിക്ക് അധാർമികമായ ഒരു വ്യവസ്ഥിതിക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ നിലനിൽക്കാൻ സാധ്യമല്ല. അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ സ്വന്തം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുകയായിരുന്നു എന്നുള്ളതാണ് അമേരിക്കക്കകത്തുണ്ടായ പ്രശ്നങ്ങളുടെ അടിത്തറ. അതെന്താന്ന് വെച്ചാൽ ലോകത്തെ മുഴുവനും ചൂഷണം ചെയ്ത സമ്പത്ത് ലഭിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്കിടയിൽ സമ്പത്തിന്റെ സംക്രമണത്തിന് വേണ്ടി, സമ്പത്ത് വെറുതെ ബാങ്കിൽ കിടന്നിട്ട് കാര്യമില്ലല്ലോ, ലോകത്തുനിന്ന് മുഴുവൻ കിട്ടുന്ന സമ്പത്ത് അവിടെയുള്ള ആളുകളിലേക്ക് സംക്രമണം ചെയ്യപ്പെടണം. ആ സംക്രമണത്തിന് വേണ്ടി അവരുപയോഗിച്ച മാർഗങ്ങളുണ്ടായിരുന്നു. ആ മാർഗങ്ങൾ എന്താന്ന് വെച്ചാൽ പരമാവധി കടം കൊടുക്കുക എന്നുള്ളതായിരുന്നു. ആളുകൾക്ക് കടം കൊടുക്കാൻ തയ്യാറായി. കടം എത്രത്തോളം എന്ന് ചോദിച്ചാൽ അത് യാതൊരു പരിധിയുമില്ലാതെ, അതിനാണ് സബ്പ്രൈം ലോണുകൾ എന്ന് പറയാം. സബ്പ്രൈം ലോണുകൾ എന്ന് പറഞ്ഞാൽ ലോണ് ലഭിക്കുവാൻ അർഹമായ എന്തൊക്കെ അടിത്തറയുണ്ടോ, നിങ്ങൾ വെറുതെ പോയിട്ട് ഒരു ബാങ്കിൽ പോയാൽ ലോൺ കിട്ടൂല, അതിന് പണയം വെക്കേണ്ടി വരും, എന്തെങ്കിലും അടിത്തറകൾ നൽകേണ്ടി വരും, എന്തെങ്കിലും ചില സെക്യൂരിറ്റികൾ കൊടുക്കേണ്ടി വരും. ഇതൊന്നുമില്ലാതെ നൽകുന്ന ലോണിനാണ് സബ്പ്രൈം ലോണുകൾ എന്ന് പറയാ. ഈ സബ്പ്രൈം ലോണുകളെ ബാങ്കുകൾ പ്രോത്സാഹിപ്പിച്ചു. അതോടൊപ്പം തന്നെ അവിടെ റിയൽ എസ്റ്റേറ്റിന്റെ വില ഈ ഷെയർ മാർക്കറ്റിനെ ഉപയോഗിച്ച് ഊതി വീർപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു. സംഭവിച്ച എന്താന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റിന്റെ വില ഊതി വീർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഓരോ ദിവസവും സ്ഥലത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥലത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വീടിനെ ജാമ്യമാക്കി ബാങ്കുകൾ ലോൺ തരാൻ തുടങ്ങി. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വീടിനെ ജാമ്യമാക്കിയിട്ട്. അപ്പോൾ ബാങ്കിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഈ റിയൽ എസ്റ്റേറ്റിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ തിരിച്ചു പോകേണ്ടി വരില്ല എന്നുള്ളത്. എന്നാൽ 2005 ആയപ്പോഴേക്ക് ഏതൊരു കുമിളയും, ബബിൾസ് എന്നാണ് എക്കണോമിക്സിൽ ഇതിനെക്കുറിച്ച് പറയുക, ഏത് ബബിളാണെങ്കിലും ബബിളിന്റെ ഒരു സവിശേഷത അതിന് പരമാവധി വീർക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ട് എന്നുള്ളതാണ്. 2000 ഒരു .com ബബിൾ ഉണ്ടായി. .com ബബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്റർനെറ്റ് വ്യാപകമായപ്പോൾ ഇന്റർനെറ്റിൽ പരമാവധി പണം മുടക്കിയാൽ പരമാവധി ലാഭം ലഭിക്കും എന്ന് വന്നപ്പോൾ അതുപയോഗിച്ച് ഷെയർ മാർക്കറ്റുകളെ ഊതി വീർപ്പിച്ചു തുടങ്ങി. ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ തന്നെ 1999 2000 ഷെയർ മാർക്കറ്റിലെ ഓരോ ഇന്റർനെറ്റ് കമ്പനികളുടെ ഷെയറിന്റെ വാല്യൂ ഇരട്ടിയും 3 ഇരട്ടിയെല്ലായിട്ട് വർദ്ധിച്ചു. പക്ഷേ ഇല്ലാത്തൊരു സാധനമായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ വീർക്കുന്നത് വെറുതെയുള്ള ബബിൾസ് പൊട്ടും എന്നുള്ളതൊരു സത്യമാണ്. ഏതൊരു ബബിളിനാണെങ്കിലും അതിനൊരു പരമാവധിയുണ്ട്. ആ പരമാവധി എത്തി പൊട്ടി. 2000 മാർച്ച് 15 പരമാവധി എത്തിയത്. പൊട്ടിയപ്പോൾ ഒറ്റ മാസത്തിൻ്റെ ഉള്ളിൽ 150 വരെ ഡോളറുകൾ ഉണ്ടായിരുന്ന ഒറ്റ ഷെയർ $1 പോലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടായി. ഇത് സത്യത്തിൽ പലിശയിലധിഷ്ഠിതമായ ആർത്തിയിലധിഷ്ഠിതമായ വ്യവസ്ഥിതിക്ക് സംഭവിച്ച സ്വാഭാവികമായ പരിണാമമായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് അതന്നെ.
ഇങ്ങനെ ഈ റിയൽ എസ്റ്റേറ്റ് ബബിൾ പരമാവധി ഇങ്ങനെ വീർപ്പിച്ച് വന്നു. 2005 ആയപ്പോഴേക്ക് അത് പൊട്ടാൻ തുടങ്ങി. പൊട്ടിയപ്പോ ആളുകൾക്ക് വില കുറയുന്നു എന്ന് വന്നപ്പോ അടക്കേണ്ട പൈസനേക്കാളും വില കുറവാണ് ഇത് വിറ്റാ കിട്ടുന്ന പൈസ എന്ന് വന്നപ്പോ പിന്നെ അമേരിക്കക്കാരായ ആളുകൾ അവർ വീട് പൂട്ടിയിട്ട് താക്കോല് ബാങ്കിലേക്ക് അയച്ചു കൊടുത്തു. കാരണം ഈ വീട് കൊണ്ട് യാതൊരു കാര്യമില്ല, അവർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്തായിരുന്നു. ഒറ്റ വർഷത്തിനുള്ളിൽ 10 ലക്ഷത്തോളം വീടുകൾ ഇങ്ങനെ വീടുകൾ വഴി ആധാരമായി. മനുഷ്യർ വഴി ആധാരമാവും നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ വീടുകൾ വഴി ആധാരമായി. അങ്ങനെ ബാങ്കിനും ആവശ്യമില്ല, ആളുകൾക്കും ആവശ്യമില്ല. എന്താ വീടിന്റെ സവിശേഷത? അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ സ്വാഭാവികമായും അതിന് സാമ്പത്തിക ചംക്രമണ പ്രക്രിയയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബാങ്കിന് തിരിച്ചു കൊടുക്കുമ്പോൾ വാങ്ങാൻ ആരുമില്ലെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയില്ല. മറ്റ് പ്രൊഡക്റ്റീവായ സാധനങ്ങളെ പോലെയല്ല, മരിച്ച ചത്ത ഇൻവെസ്റ്റ്മെന്റുകൾ അത് ഇങ്ങനെ കൂടി വന്നു. അതോടൊപ്പം തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. എത്തിനധികം 1850 മുതൽക്ക് പ്രവർത്തനം തുടങ്ങിയ ലെഹ്മാൻ ബ്രദേഴ്സ് എന്ന കോടിക്കണക്കിന് ഡോളറുകളുടെ ആസ്തിയുണ്ടായിരുന്ന ഏറ്റവും അമേരിക്കയിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനങ്ങളിലൊന്നായ ലെഹ്മാൻ ബ്രദേഴ്സ് അവര് ഞങ്ങൾ ബാങ്ക്രപ്റ്റ് ആണ് എന്ന് പറഞ്ഞ് പാപ്പരായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിനെ സമീപിക്കുന്ന അവസ്ഥയുണ്ടായി. ഞാൻ പറയുന്നത് എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ചോദ്യത്തിന് 2 ഉത്തരവാണുള്ളത്. അവരുടെ ഭാഷയിൽ 2 ഉത്തരമാണുള്ളത്. ഒന്നാമത്തെ അവര് പറയുക ലോണ് യാതൊരു തലയുംവാലുമില്ലാതെ കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഉത്തരം അതല്ല. യഥാർത്ഥത്തിലുള്ള ഉത്തരം അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതി നിലനിൽക്കണമെങ്കിൽ അവർ പറഞ്ഞ ഫിയറ്റ് മണി എന്നാണ് ഇപ്പോൾ പറയാ, എലാസ്റ്റിക് ഫിയറ്റ് മണി. വിശദീകരണം ആവശ്യമുള്ളവർക്ക് സ്നേഹസംവാദം വായിക്കാവുന്നതാണ്. എലാസ്റ്റിക് ഫിയറ്റ് മണി എന്ന് പറയുന്ന ഒരു വിലയുമില്ലാത്ത ഒരു മൂല്യവുമില്ലാത്ത പണം, അതുപയോഗിച്ച് പരമാവധി ആളുകളുടെ തൃഷ്ണയെ, ആഗ്രഹങ്ങളെ, ഉപഭോഗത്വരയെ വളർത്തുകയും അതനുസരിച്ചുള്ള ഒരു സംസ്കാരത്തിന് രൂപം നൽകുകയും ചെയ്തു. അതിൻ്റെ ഫലം ഒന്ന്. രണ്ടാമത്തേത് പലിശയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതിയുടെ സ്വാഭാവികമായ പരിണാമം. ഇതാണ് സത്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവനും അടിത്തറ. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി അനലൈസ് ചെയ്യുമ്പോൾ ഇത് പല തലങ്ങളിലും പടച്ചവനെ മറന്നുപോയതാണ്, പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങളെ പരിഗണിക്കാതിരുന്നതാണ് പ്രശ്നങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായ കാരണമെന്ന് നമുക്ക് കാണാൻ കഴിയും. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ഹുമസ അല്ലദീ ജമഅ മാലം വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. പരിശുദ്ധ ഖുർആൻ 104-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുമസ ആദ്യത്തെ 4 വചനങ്ങളാണ്. എന്താ? പരസ്പരം കുത്തിപ്പറയുകയും പരസ്പരം അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നാശം. അവർ വിചാരിക്കുന്നത് അവർ ശാശ്വതന്മാരാണ് എന്നാണ്. അവരുടെ സവിശേഷത അവർ പണം എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അവർ വിചാരിക്കുന്നത് ഈ സമ്പത്ത് അവർക്ക് ശാശ്വതത്വം നൽകുമെന്നാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആധുനിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെ ആളുകൾ പലപ്പോഴും ഇന്ന് കരുതിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ലോകാധിപത്യത്തിനും അവരുടെ എല്ലാ രൂപത്തിലുമുള്ള അതിക്രമത്തിനും അധീശത്വത്തിനുമെല്ലാം കാരണമായി ഭവിക്കുന്നത് ഈ സാമ്പത്തിക അധീശത്വമാണ് എന്നാണ്. പക്ഷെ അതിൻ്റെ ഫലം എന്തുണ്ടായി എന്ന് നമുക്കറിയാം. ഇന്ന് ലോകത്ത് GDP എന്ന് പറയും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അഥവാ ലോകത്ത് എത്ര സമ്പത്തുണ്ടോ അതിനാണ് നേരെ പറഞ്ഞാൽ GDP എന്ന് പറയാം. ഈ സമ്പത്ത് ലോകത്ത് ടോട്ടൽ ഉള്ളത് $78.36 ട്രില്യൺ സമ്പത്താണുള്ളത്. $78.36 ട്രില്യൺ സമ്പത്ത്. എന്നാൽ വെറുതെ കടലാസിലുള്ള പണം എന്ന് പറയുമ്പോൾ നോട്ടല്ല, മറിച്ച് കടലാസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന കോൺട്രാക്റ്റുകളില്ലേ, ആ കോൺട്രാക്റ്റുകൾ മാത്രം, ഡെറിവേറ്റീവ്സ് എന്നാണ് അതിനെ പറയാ, കോൺട്രാക്റ്റുകൾ മാത്രം ലോകത്ത് 600 കോടിയുടേതുണ്ടെന്നാണ്. അമേരിക്കയുടെ മാത്രം ഇങ്ങനെയുള്ള ഡെറിവേറ്റീവ്സ് 100 ട്രില്യണിന്റെ ഡെറിവേറ്റീവ്സ് ഉണ്ട്. 100 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 100 ലക്ഷം കോടി ഡോളർ എന്നർത്ഥം. ഇത്രയും ഡെറിവേറ്റീവ്സ് ലോകം മുഴുവനും പെറുക്കി വിറ്റാ കിട്ടുന്ന പൈസയാണ് $78.36 ട്രില്യൺ. ലോകം മുഴുവനും പെറുക്കി വിറ്റാൽ പോലും അമേരിക്കയുടെ കടം തീരൂല എന്നുള്ളതാണ് ഇന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ തലം എന്നുള്ളതാണ് സത്യം.
എന്നാൽ ഇത് എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക കേവലം ഇന്റേണൽ ആയിട്ടുള്ള ചില ഇഷ്യൂസാണ്. ഇന്റേണൽ ഇഷ്യൂസ് അല്ല. ഇന്നത്തെ നാണയ വ്യവസ്ഥിതി സ്ഥിതി ചെയ്യുന്നത് തന്നെ ചൂഷണത്തിൽ അധിഷ്ഠിതമാണ്. യഥാർത്ഥത്തിൽ സാമ്പത്തിക ക്രമത്തിൽ ഇസ്ലാം പറയുക, ഒരു സാമ്പത്തിക ക്രയവിക്രയം നടക്കണമെങ്കിൽ അത് സുതാര്യമാകണമെന്നാണ്. സുതാര്യമാകണമെന്നാണ്. ആ സുതാര്യമല്ലാത്ത സാമ്പത്തിക ക്രയവിക്രയങ്ങളും ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്രം തന്നെ ഏറെ സങ്കീർണമാണ്. എന്തേ? സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായി മാറാൻ കാരണം ഈ സങ്കീർണതകൾ മുഴുവനും സൃഷ്ടിച്ച് സാധാരണക്കാരനെ മനസ്സിലാകാതെ അയാളെ ചൂഷണം ചെയ്യുന്ന വളരെ സമർത്ഥമായൊരു വലയിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇല്ലാത്ത ബബിൾസ് പൊക്കിയുണ്ടാക്കിയ തൊഴിൽ മാർക്കറ്റുകൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2005 മുതൽക്ക് ഇന്ന് വരെ ഈ ക്രൈസിസിന്റെ ഫലമായി അമേരിക്കയിൽ മാത്രം 1.9 മില്യൺ ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ്. 19 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക്. ഇന്നും ഓരോ മാസവും ലക്ഷങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം കാരണം യഥാർത്ഥത്തിൽ ഇല്ലാത്ത സമ്പത്തുണ്ടെന്ന് വരുത്തി തീർത്ത് കേവലം കുമിളകൾ ഉണ്ടാക്കി ആ കുമിളകളെ സേവിക്കുവാൻ ആളുകളുടെ സേവന വ്യവസ്ഥിതി ഉണ്ടാക്കി ലോകത്തെ മുഴുവനും ചൂഷണം ചെയ്ത് തങ്ങൾക്ക് എന്നും നിലനിൽക്കാമെന്ന് കരുതി പലിശയിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതിയെ പൊക്കിച്ചു കൊണ്ടുവന്നതാണ്. യഥാർത്ഥത്തിൽ അത് തകരേണ്ടതാണ്, തകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പരിഹാരം നിർദ്ദേശിക്കപ്പെടുന്നത് സാധാരണയായി ഇപ്പോഴും നിർദ്ദേശിച്ച പരിഹാരം പണമടിക്കുക എന്നതാണ്. അതാണിന്ന് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫലമാകട്ടെ പട്ടിണിയും പരിവട്ടവും വ്യാപകമായ ദാരിദ്ര്യവുമായിരിക്കും എന്നുള്ളത് സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാവുന്നതാണ്. അതാണ് ഇന്ന് അമേരിക്ക മുന്നിൽ കാണുന്ന എലാസ്റ്റിക് മണി എന്നുള്ള പരിഹാരം എന്നുള്ളതാണ് സത്യം. അടുത്ത ചോദ്യം ഗേൾസിന്റെ സൈഡിൽ. അസ്സലാമലൈക്കും. എൻ്റെ പേര് ഉമ്മുഹാനി, കാസർഗോഡ് സെയിൻറ്റ് ജൂഡ് ഡെൻ്റൽ കോളേജിൽ നിന്നായിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്: ഇസ്ലാം തീവ്രവാദത്തിന് എതിരാണ് എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ലോകത്തിൽ എവിടെയും നടക്കുന്ന ഭീകര ആക്രമണങ്ങൾ, ചാവേറുകൾ എല്ലാം മതനിഷ്ഠയുള്ള മുസ്ലിങ്ങളാണല്ലോ ചെയ്യുന്നത്. സഹോദരിയുടെ ചോദ്യം, ഇസ്ലാം ഭീകരവാദത്തിനെതിരാണെന്ന് ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ ഭീകരവാദത്തിൻ്റെ പേരിൽ കാണുന്ന സ്ഥലത്തെല്ലാം മതനിഷ്ഠയുള്ള മുസ്ലിങ്ങൾ തന്നെയാണുള്ളത്. എന്തുകൊണ്ടാണിതെന്ന്? മതനിഷ്ഠ ഉള്ള മുസ്ലിങ്ങളാണ് എന്ന് എങ്ങനെയാണ് സഹോദരിക്ക് മനസ്സിലായത്? അവരുടെ ബാഹ്യ മോടികളിൽ നിന്നാണ്. അതാരാണ് സഹോദരിക്ക് പറഞ്ഞു തന്നത്? അത് പറഞ്ഞു തന്നത് നമ്മുടെ മീഡിയയാണ്. ഈ മീഡിയ ഭരിക്കുന്നത് ആരാണ്? മീഡിയ ഭരിക്കുന്നത് സാമ്രാജ്യത്വമാണ്. അപ്പോൾ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്? കഴിഞ്ഞ 14 നൂറ്റാണ്ടുകളിലായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതം പഠിച്ച മുസ്ലിങ്ങൾ ലോകത്ത് ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഭീകരവാദം, ടെററിസം എന്ന പദം കേൾക്കുന്നത് തന്നെ, ലോകം കേൾക്കുന്നത് തന്നെ 2 പതിറ്റാണ്ടുകൾക്കകത്താണ്. 1900കളുടെ തുടക്കം മുതൽക്കാണ് ഭീകരവാദം എന്ന പദം തന്നെ ലോകം കേൾക്കുന്നത്, ടെററിസം എന്ന പദം. എന്തുകൊണ്ട്? അതിനു മുൻപില്ലാത്തൊരു ടെററിസം, അതിനു മുമ്പില്ലാത്തൊരു ഭീകരത, 14 നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾക്ക് പ്രവാചകനിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കാത്ത ഒരു ഭീകരത എൻ്റെ 1900ങ്ങളോടനുബന്ധിച്ചുണ്ടായി. എന്തുകൊണ്ട്? അതിനൊരുപാട് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ലോകത്തെവിടെയുമുള്ള ഭീകരവാദികൾ മുസ്ലിങ്ങളാണ് എന്നുള്ള ധാരണ ആദ്യം മാറ്റുകയും വേണം. യഥാർത്ഥത്തിൽ ഭീകരതയെ മതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരാമർശിക്കുന്ന ഒരു ഏർപ്പാട് ലോകത്ത് മാധ്യമങ്ങൾ
തുടങ്ങി വെച്ചു, അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നു. അതാണ് നമ്മളെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഭീകരത എന്ന് പറയുന്ന ഇവർ പറയുന്ന ആ ഭീകരതയുടെ അളവുകോലുകൾ വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ ഭീകരതയുടെ എല്ലാ സ്വഭാവങ്ങളും കാണിക്കുന്ന പല സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ശ്രീലങ്കയിൽ നടക്കുന്നത് ഭീകരവാദമാണ്. പക്ഷേ ആ പ്രഭാകരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഭീകരവാദത്തെ ഹിന്ദു ഭീകരത എന്ന് വിളിക്കാറില്ല, പറയാറില്ല, കേൾക്കാറില്ല. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുണ്ട് ബ്രിട്ടനിൽ. അയർലൻഡിന്റെ മോചനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നവർ കത്തോലിക്കരാണവർ. ബ്രിട്ടൻ പ്രൊട്ടസ്റ്റന്റ് അധീശത്വത്തിലുള്ള ഒരു രാഷ്ട്രമാണ്. കത്തോലിക്കരായ ഐറിഷുകാർ, അയർലൻഡുകാർ അവിടുത്തെ അയർലൻഡിന്റെ മോചനത്തിനു വേണ്ടി ഉള്ള ഗറില്ല യുദ്ധമുറകൾ നടത്തിക്കൊണ്ട് നിലനിൽക്കുന്നു. അവരെക്കുറിച്ച് ആരും തന്നെ കത്തോലിക്ക ഭീകരർ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭീകരത ചെയ്തത്, ജനങ്ങളെ പീഡിപ്പിച്ച് പ്രയാസപ്പെടുത്തി, ജനങ്ങളെ ഭീതിപ്പെടുത്തി, ആളുകളെ കുന്തമുനയിൽ നിർത്തിയത് ഹിറ്റ്ലറാണ് എന്നെല്ലാവർക്കും അറിയാം. ഹിറ്റ്ലറെ ആരും ക്രൈസ്തവ ഭീകരൻ എന്ന് വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ എവിടെ വെച്ചാണ് ഭീകരത മതവുമായി ബന്ധപ്പെടുന്നത്? അതിന് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തിക ക്രമവുമായി ഒരല്പം ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായി കുറെ കൂട്ടി യോജിച്ച് വായിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പഠനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ സ്രോതസ്സുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. 1971 ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഡോളറിന്റെ സ്വർണ്ണാടിത്തറ എടുത്തു കളഞ്ഞതായി നിക്സൺ പ്രഖ്യാപിച്ചതിനോടനുബന്ധിച്ച് ലോകത്ത് ഏറ്റവും ശക്തമായൊരു സ്വരം അവർ കേട്ടു 1973. 1973 ആയപ്പോഴേക്ക് 1971 തന്നെ അന്നത്തെ സൗദി അറേബ്യയുടെ ഭരണാധികാരിയായിരുന്ന കിങ് ഫൈസൽ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം സ്വർണത്തിനല്ലാതെ ഞങ്ങൾ പെട്രോൾ നൽകുകയില്ല എന്ന് ശക്തമായി പറഞ്ഞു. ആ സമയമായപ്പോഴേക്ക് എവിടെയൊക്കെ പെട്രോൾ ഉണ്ടോ ആ പെട്രോൾ കുഴിച്ചെടുക്കുവാൻ ഉള്ള അവകാശം കോളണിവൽക്കരണത്തിന്റെ ഭാഗമായി ബ്രിട്ടന്റെയോ അമേരിക്കയുടെയോ കൈകളിലായിരുന്നു എന്നുള്ളതാണ് സത്യം. ലോകത്ത് എല്ലായിടത്തുള്ള പെട്രോളിയം കമ്പനികളെല്ലാം ഒന്നുകിൽ ബ്രിട്ടീഷ് കമ്പനികളായിരുന്നു അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികളായിരുന്നു. അപ്പോൾ സൗദിയിലാണെങ്കിൽ സൗദി അറാംകോ എന്ന കമ്പനിയായിരുന്നു. സൗദി അറാംകോ എന്ന് പറഞ്ഞാൽ തന്നെ അറബ് അമേരിക്കൻ കോർപ്പറേഷനാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് 1970-കളായപ്പോഴേക്ക് ഇതിന് മാറ്റം വരാൻ തുടങ്ങി. 1973 ഒരു യോം കിപ്പൂർ യുദ്ധം എന്ന് പറഞ്ഞൊരു യുദ്ധം നടന്നു. യുദ്ധം ഇസ്രായേലിനെതിരിലായിരുന്നു. അറബികൾ ഒന്നിച്ച് നടത്തിയൊരു യുദ്ധമായിരുന്നു. അന്ന് ഇസ്രായേലിനെ സഹായിച്ച അമേരിക്കയെയും അതേപോലെ തന്നെ ബ്രിട്ടനിലും ഇനി പെട്രോൾ ഇനി കയറ്റി അയക്കേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. അവരത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏറെക്കാലം യുദ്ധം നീണ്ടു നിന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രഖ്യാപനത്തിന് കൂടുതൽ നീളേണ്ടി വന്നിട്ടില്ല എന്നത് സത്യം. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് മുഴുവനും മുന്നിലുണ്ടായിരുന്ന ഫൈസൽ രാജാവ് 1975 സ്വന്തം അർദ്ധ സഹോദരൻ അമേരിക്കയിൽ പഠിക്കുകയും അമേരിക്കൻ കാമുകിയെ വെച്ചുകൊണ്ടിരിക്കുകയും അമേരിക്കയിൽ നിന്ന് ലഹരി ഉപയോഗിച്ച് ശീലിക്കുകയും അതിൻ്റെ അടിമയായിത്തീരുകയും ചെയ്ത സ്വന്തം അർദ്ധ സഹോദരന്റെ വെടികൊണ്ട് മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ട്? ചരിത്രം തെളിയിക്കേണ്ടതാണ്. നമുക്ക് ഊഹങ്ങളുടെ പിന്നിൽ പോകുവാൻ സമയമില്ല, പാടുമില്ല. പക്ഷേ സംഭവങ്ങളെ ഒരു ശ്രേണീക്രമത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ അതിനുശേഷമുണ്ടായ ഒരുപാട് സംഗതികളുണ്ട്. 1900-കളുടെ തുടക്കമായപ്പോഴേക്ക് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള അറബ് രാജ്യങ്ങളിലുമുള്ള പെട്രോളിന്റെ അവകാശം ആ രാഷ്ട്രങ്ങൾ പൂർണ്ണമായി നേടിയെടുത്തു കഴിഞ്ഞിരുന്നു. ആ രാജ്യങ്ങൾ തന്നെ നാഷണലൈസ് ചെയ്തിരുന്നു പെട്രോളിയം എന്നർത്ഥം. പെട്രോളിയം പൊതുവെ എല്ലാ രാജ്യത്തും നാഷണലൈസ് ചെയ്യപ്പെട്ടു. അമേരിക്കൻ ബ്രിട്ടീഷ് കമ്പനികളെല്ലാം പൂട്ടിപ്പോകേണ്ടി വന്നു. ഇതോടുകൂടി പെട്രോളിയത്തിന്റെ അധീശത്വത്തിന്റെ ഒരു പ്രശ്നമുണ്ടായി. അതോടൊപ്പം തന്നെ സംഭവിച്ചൊരു കാര്യമാണ് USSRന്റെ പതനം. അതുവരെ ലോകത്ത് എവിടെയും ഒരു ബാലൻസ് ചെയ്യുവാൻ ശക്തിയുണ്ടായിരുന്നു അമേരിക്ക അല്ലെങ്കിൽ റഷ്യ എന്നുള്ള USSR എന്നുള്ള. USSR പൂർണ്ണമായും തകർന്നു.
USSR തകർന്നതോടുകൂടി രണ്ട് സ്വരങ്ങൾ അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ നിന്നുണ്ടായി. ഒന്ന് ഫ്രാൻസിസ് ഫുക്കിയാമോ എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു ഗ്രന്ഥമായിരുന്നു, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഗ്രന്ഥം, ദ എൻഡ് ഓഫ് ഹിസ്റ്ററി ആൻഡ് ദ ലാസ്റ്റ് മാൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ചരിത്രത്തിന്റെ അവസാനം, അവസാനത്തെ മനുഷ്യനും. എന്താ? ചരിത്രം അവസാനിച്ചിരിക്കുന്നു, ഇനി ചരിത്രമില്ല. ചരിത്രത്തിൽ ഇതുവരെ അമേരിക്കയും റഷ്യയും നിലനിന്നിരുന്നു, അതിന്റെ സംഘടന ഉണ്ടായിരുന്നു. എന്നാൽ ഇനി എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അമേരിക്കയുടെ അധീശത്വത്തിലുള്ള ഒരു ലോകക്രമം ഇതാ ഉണ്ടാകാൻ പോകുന്നു. ലോകം മുഴുവനും അമേരിക്കയുടെ സംസ്കാരവും അമേരിക്കയുടെ സാമ്പത്തിക ക്രമവും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകുന്നു. ഇത് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ മറ്റൊരു ഗ്രന്ഥം പുറത്തിറങ്ങി. സാമുവൽ പി ഹണ്ടിങ്ടന്റേതാണ് പുസ്തകം. നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ്. ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് സത്യത്തിൽ ഞാൻ പറഞ്ഞ ആദ്യത്തെ പുസ്തകത്തിന് മറുപടിയായി എഴുതിയ പുസ്തകമാണ്. പക്ഷെ ആദ്യത്തെ പുസ്തകം അത്ര തന്നെ ചർച്ച ചെയ്യപ്പെടാറില്ല. ഈ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിൽ പറഞ്ഞത് ഏതാന്ന് വെച്ചാൽ, ഇപ്പറഞ്ഞത് ശരിയല്ല, അമേരിക്കൻ അധീശത്വം അത്ര പെട്ടെന്ന് നടക്കാൻ പോണില്ല. അത് നടക്കുക എപ്പോഴാന്ന് വെച്ചാൽ ഒരു സാംസ്കാരിക സംഘടന ഉണ്ടാകുമ്പോഴാണ്. അമേരിക്കൻ സംസ്കാരത്തിന് എതിര് നിൽക്കുന്ന ഒരു പൗരസ്ത്യ സംസ്കാരം ലോകത്തുണ്ട്. ആ പൗരസ്ത്യ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ വക്താക്കൾ മുസ്ലിങ്ങളാണ്, ഇസ്ലാമാണ്. അതുകൊണ്ട് ഇനി ഇസ്ലാമും അമേരിക്കയും തമ്മിലുള്ള സംഘടനത്തിന്റെ കാലമാണ് എന്നാണ്. അതിന് പറഞ്ഞത്, അമേരിക്ക എന്ന് പറഞ്ഞാൽ ആധുനികതയുടെ, സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം തന്നെ ദർശനം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അധമത്വത്തിന്റെയും പിന്നോക്കത്തിന്റെയും ജഡത്വത്തിന്റെയും എല്ലാം ആദർശം. ഇങ്ങനെ ഈ സംഘടന നടക്കാൻ പോകുന്നു എന്നാ പറഞ്ഞത്. പിന്നീട് ഉള്ള ലോക സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, 1990-കളിൽ തന്നെയാണ് മാർക്കറ്റിങ്ങിന്റെ ഭാഗമായി ടെലിവിഷനിലും അതേപോലെ തന്നെയുള്ള മറ്റു മാധ്യമങ്ങളിലുമെല്ലാം ഇസ്ലാമും ഭീകരതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സമർത്ഥമായ എപ്പിസോഡുകൾ കടന്നു വരാൻ തുടങ്ങിയത്. 1990-ൽ ഇറങ്ങിയ ഹോളിവുഡ് സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ മുതൽ നിങ്ങൾക്ക് ഇക്കാര്യം കാണാൻ കഴിയും. ഭീകരവാദത്തെ വളരെ സമർത്ഥമായി ഇസ്ലാമുമായി എന്ന് പറയുമ്പോൾ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ചിഹ്നങ്ങളുമായി, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ആ ചിഹ്നങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിന് വളരെ സമർത്ഥമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മളറിയാതെ നമ്മളുടെ തലച്ചോറിനെ പ്രക്ഷാളനം ചെയ്യാന്നുള്ളതാണ്. അത് ഏത് പരസ്യത്തിനുള്ള ലക്ഷ്യമാണ്. നമ്മൾ വിചാരിക്കും പരസ്യം എത്ര കണ്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ വിചാരിച്ചത് തന്നെ. അല്ല കേട്ടോ, മാർക്കറ്റിംഗ് എന്നത് വളരെ സമർത്ഥമായ, വളരെ അപകടകരമായ, വളരെ കുടിലമായ ഒരു തലച്ചോറിൽ മുദ്രീകരിക്കുന്ന, സ്റ്റാമ്പിംഗ് നടത്തുന്ന വിദ്യയാണ്. നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയില്ല അതിൻ്റെ സ്ഥിരം പ്രേക്ഷകനാവുകയാണെങ്കിൽ. നിങ്ങളുടെ മനസ്സ് നിങ്ങളറിയാതെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു പേസ്റ്റിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ തലച്ചോർ, നിങ്ങളുടെ ശരീരത്തിന്റെ കയ്യെ ഏതൊരു തലച്ചോർ നിയന്ത്രിക്കുന്നുവോ ആ തലച്ചോർ നിങ്ങളറിയാതെ ക്ലോസപ്പിന്റെ അടുത്തേക്ക്, നിങ്ങളറിയാതെ കോൾഗേറ്റിന്റെ അടുത്തേക്ക് പോയിരിക്കും എന്നുള്ളതാണ് പരസ്യകലയുടെ വിദ്യ. അത് മറ്റൊരു വിഷയമാണ്, അങ്ങോട്ട് ഞാൻ കടന്നു പോകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതുപയോഗിച്ച് ഇസ്ലാം ഭീകരതയാണ് എന്നുള്ള ചിത്രം ഉണ്ടാക്കി. വളരെ സിമ്പിളായി നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആ ചിത്രങ്ങളുടെ വ്യത്യാസം നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതെങ്ങനെയാ? നമ്മൾ ടെലിവിഷൻ കണ്ടുകൊണ്ടിരിക്കുന്നു, CNN ആണ് അല്ലെങ്കിൽ BBC കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ശാസ്ത്ര കണ്ടുപിടുത്തത്തെ കുറിച്ച് പറയുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരു ശാസ്ത്ര കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് പറയുന്നത്, ഒരു സയന്റിഫിക് ഡിസ്കവറി. ഈ സമയത്ത് താടിയുള്ള ശാസ്ത്രജ്ഞൻ അങ്ങനെ കാണിക്കുന്നു. ആ താടി നമ്മുടെ മനസ്സിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള പിക്ചറുണ്ട്. ആ താടി എന്തിന്റെ പിക്ചറാ, എന്തിന്റെ ചിഹ്നമാണ്, എന്തിന്റെ സൈനാണ്, എന്തിന്റെ റെപ്രസെന്റേഷനാണ്? വേറൊന്നുമല്ല, അയാളുടെ ബുദ്ധിജീവനത്തിന്റെ, അയാളുടെ വിവരത്തിന്റെ, അയാളുടെ ത്യാഗത്തിന്റെ, അയാളുടെ മാസങ്ങളായിട്ടുള്ള അധ്വാനത്തിന്റെ എല്ലാം ചിഹ്നമാണ് ആ താടി. പക്ഷേ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അയാളുടെ പേര് പറഞ്ഞു, ഒരു അബ്ദുൽ ഖാദറാന്ന് വിചാരിക്കുക. നമ്മുടെ മനസ്സിൽ മാറി പിക്ചർ, അയാൾ ഒരു മുസ്ലിം മതമൗലികവാദിയാണ് തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു മുസ്ലിമിന്റെ മനസ്സിൽ അയാളൊരു പാകിസ്ഥാൻ, അതല്ലെങ്കിൽ ഒരു ഇറാഖ്, അതല്ലെങ്കിൽ ഒരു അഫ്ഗാനിസ്ഥാൻ നമ്മുടെ മനസ്സിൽ എത്തിക്കഴിഞ്ഞു. എങ്ങനെ ഈ മാറ്റം സൃഷ്ടിച്ചെടുക്കുന്നു? ഈ മാറ്റമാണ് ലോകവ്യാപകമായി സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ത് ഭീകര മീഡിയ.
വളരെ സമർത്ഥമാണ്. എന്തിനിത് എന്നുള്ള ചോദ്യത്തിന് രണ്ടുത്തരങ്ങളുണ്ട്. ഒന്ന് ദാർശനികമായ ഉത്തരവാണ്, ഒന്ന് രാഷ്ട്രീയമായ ഉത്തരവാണ്. ദാർശനികമായ ഉത്തരം, ഇസ്ലാം ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് മുഴുവനും മനുഷ്യരെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്ന ദർശനമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഗൗരവതരമായി ലോകം പഠിച്ചാൽ, ചിന്തിക്കുന്ന മനുഷ്യർ പഠിച്ചാൽ, ഇവരുടെ ശക്തമായ കരാള ഹസ്തങ്ങൾക്ക് ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ ആളുകൾ തയ്യാറാവുകയും ആളുകൾ രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ കുറിച്ച് ഗൗരവതരമായി ആരും പഠിച്ചൂടാ. അതുകൊണ്ട് വളരെ മോശമായിട്ടുള്ളൊരു ഇമേജ് ഉണ്ടാവുക ഒന്ന്. രണ്ടാമത്തെ കാരണം, മുസ്ലിങ്ങളുള്ളിടത്താണ് എണ്ണയുള്ളത്. എണ്ണയുള്ളിടത്തുൾ ജീവിക്കുന്ന ആളുകൾ ലോകത്തിന് മുഴുവനും ഭീഷണിയായി തീരുമ്പോഴേ ലോകത്തിന്റെ മുഴുവനും പോലീസായ ഞങ്ങൾക്ക് അവിടെ ഇടപെടാൻ കഴിയൂ. അങ്ങനെ ഇടപെടുമ്പോഴേ ആ എണ്ണയുടെ ആധിപത്യം ഞങ്ങൾക്ക് ലഭിക്കൂ. അതിന് അവരെ തന്നെ അവർക്കെതിരാക്കി മാറ്റണം, അവരെ തന്നെ ഭീകരവാദികളാക്കി മാറ്റണം. അതെങ്ങനെയാ കഴിയുക? ഇസ്ലാം ഭീകരതയാണ് എന്ന പ്രചാരണത്തിന്റെ സവിശേഷത അതാണ്. നിങ്ങൾ സ്ഥിരമായി TV കാണുന്നുവെങ്കിൽ, നിങ്ങൾ സ്ഥിരമായി പത്രം വായിക്കുന്നുവെങ്കിൽ, നിങ്ങൾ സ്ഥിരമായി ആനുകാലികങ്ങളിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, യുവാക്കൾ എന്നുള്ള നിലക്ക് നിങ്ങൾ പറയും, നിങ്ങൾ അറിയും, നിങ്ങൾ ചിന്തിക്കും, ലോകത്തുള്ള മുസ്ലിങ്ങൾക്കുള്ള ഇന്നുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഉത്തരം മറ്റൊന്നാവൂല. എന്ത് നമ്മൾ തീവ്രവാദത്തിനെതിരെ പറഞ്ഞാലും ഓലതെല്ലാം ചെയ്യേണ്ടത് തന്നെ കുറച്ചെല്ലാം ചെയ്യാൻ പറ്റൂല എന്നായിരിക്കും. എന്തേ? അതിന് കാരണം മീഡിയയാണ്. വളരെ സമർത്ഥമായി നമ്മുടെ തലച്ചോറിനെ മീഡിയ കൊണ്ടുപോകുന്നു, വളരെ സമർത്ഥമായി. ഇത് ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക. ഇതെന്തിനാ? മുസ്ലിങ്ങളെ, നിങ്ങളെന്ന് ഞാൻ പറഞ്ഞപ്പോ യുവാക്കൾ എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. വളർന്നു വരുന്ന യുവാക്കളുടെ തലച്ചോറിനകത്തേക്ക് ഈ കലാപത്തിന്റെ ജാഗരം കുത്തിക്കയറ്റി കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ദഅവത്തിനുണ്ടല്ലോ, ഇസ്ലാമിക ആദർശത്തിന്റെ പ്രചരണത്തിന്, അവരൊക്കെ പിന്നെ അവരുടെ തലച്ചോറിൽ സ്ഥലം ഉണ്ടാകൂല. ഒന്ന്. രണ്ടാമത്തേത്, അൽ ഖായിദ നിലനിന്നാലേ, ഉസാമ ബിൻ ലാദൻ ജീവിച്ചാലേ അഫ്ഗാനിസ്ഥാനിൽ ഇടപെടാൻ കഴിയൂ. അഫ്ഗാനിസ്ഥാനിൽ ഇടപെട്ടാലേ അഫ്ഗാനിന്റെ അടിയിലൂടെ പോകേണ്ട ഓയിൽ പൈപ്പ് ലൈൻ പദ്ധതി യൂണിക്കോൺ കമ്പനിക്ക് പൂർത്തിയാക്കാൻ കഴിയൂ. ഇറാഖിൽ സദ്ദാം ഹുസൈൻ എന്ന ആൾക്ക് ഭീകരവാദവുമായി ബന്ധമുണ്ടാകുമ്പോഴേ അവിടെ ഇടപെടാൻ കഴിയൂ. ഇടപെട്ടാലേ ലോകത്ത് സൗദി അറേബ്യ കഴിഞ്ഞാൽ ഏകദേശം മുന്നിൽ നിൽക്കുന്ന ഓയിൽ കമ്പനികളിൽ ഒന്നായ, ഓയിൽ ശേഖരങ്ങളിൽ ഒന്നായ ഇറാഖിന്റെ ആധിപത്യം നിങ്ങളുടെ കയ്യിലേക്ക് വരൂ. അല്ലാത്ത വേറെ കാരണങ്ങളൊന്നുമില്ല. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഭീകരവാദികളാകുന്നു എന്നുള്ള ചോദ്യത്തിന് നേർക്കുനേരെയുള്ള ഒറ്റവാക്കിലുള്ള ഉത്തരം, മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്തായിപ്പോയി എണ്ണക്കിണറുകൾ എന്നതാണ് രാഷ്ട്രീയമായ ഉത്തരം. അതോടൊപ്പം തന്നെ ദാർശനികമായ ഉത്തരം, ഇസ്ലാം മാത്രമായി പോയി ഒരു ജീവിക്കുന്ന മതം എന്നതാണ്. ജീവിക്കുന്ന മതമാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സ്വതന്ത്ര തോന്നിവാസത്തിന് ആ മതത്തിന് അനുവദിക്കാൻ കഴിയില്ല. അത് നേരത്തെ പറഞ്ഞ സാമ്പത്തിക വ്യവസ്ഥിതിയുമെല്ലാമായി ബന്ധപ്പെട്ടതാണ്. സത്യത്തിൽ നേരത്തെ ഭീകരവാദവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ഇവിടെ നടന്നു കഴിഞ്ഞു. നാം അറിയേണ്ടത്, ഞാനും നിങ്ങളുമടക്കം സമർത്ഥമായി മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വളരെ ഭീഷണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് വേറിട്ട് നിന്നുകൊണ്ട് നമ്മുടെ അജണ്ട നിർണ്ണയിക്കേണ്ടത് പത്രങ്ങളല്ല, നമ്മുടെ അജണ്ട നിർണ്ണയിക്കേണ്ടത് ഏതെങ്കിലും മീഡിയകളല്ല, മറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുസ്ലിമിന് അവന്റെ അജണ്ട നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. ആ അജണ്ടയിൽ നിന്ന് മാറാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ സമുദായം എന്ന് സന്നദ്ധമാകുമോ അന്ന് എല്ലാ സാമ്രാജ്യത്വവും പത്തിമടക്കി തിരിച്ചു പോകേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് പിന്നെ നമുക്ക് കിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. അല്ലാതെ ലോകത്തെ സംഭവങ്ങൾക്കനുസരിച്ചോ ലോകത്തെ മീഡിയ തരുന്ന വിവരങ്ങൾക്കനുസരിച്ചോ നമ്മുടെ പ്രോഗ്രാമുകളും നമ്മുടെ പോളിസികളും മാറുമ്പോൾ മുസ്ലിങ്ങളുടെ പോളിസി സ്വാഭാവികമായും ഭീകരവൽക്കരണമാകും. അതാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദാർശനികമായ കാരണങ്ങൾ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു ചോദ്യോത്തരത്തിൻ്റെ എല്ലാ പരിധിയും വിട്ടിട്ടുണ്ട്. പക്ഷേ വിഷയത്തിൻ്റെ ഗൗരവം വെച്ചുകൊണ്ടാണ് ഞാൻ അല്പം വിശദീകരിച്ചത്.